അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 36-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നാം പറഞ്ഞു വെച്ചത്, രണ്ടാം പ്രാവശ്യം ഭക്ഷണത്തിന് വന്നപ്പോൾ ബുന്യാമീനെയും കൂട്ടി വന്നു. രാജാവ് വഴിയിൽ വെച്ച് ബുന്യാമീൻ തനിച്ച വിവരം അറിഞ്ഞ് മഹാനായ മുഖറബലമിലാക്ക് മലക്ക് ജിബിരിയിൽ വിവരം ചെന്ന് പറഞ്ഞപ്പോൾ ബുന്യാമീനെ കൂട്ടാൻ വേണ്ടി ഗേറ്റിൻ്റെ കവാടത്തിൽ ചെന്ന് ബുന്യാമീനെ കൂട്ടി. ബുന്യാമീനെ മെല്ലെ ജ്യേഷ്ഠന്മാരോട് കൂടെ ആക്കിത്തരാമെന്ന് പറഞ്ഞു കൊട്ടാരത്തിൽ ജ്യേഷ്ഠന്മാർക്ക് ഇരിപ്പിടമൊരുക്കി ആ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. രാജാവ് മെല്ലെ അവിടുന്ന് മുങ്ങി. അങ്ങനെ അരുളി രാജൻ പുതുതായി പാണി തീർത്തേ അത്ഭുത പോട്ടോയെടുപ്പിൽ കൊണ്ട് ഓരാക്കേറ്റി മികത്തെ വിരുന്നുകളൊക്കെ തീറ്റി സുഖത്തിലിരുത്ത് ശരിക്ക് ചാറ്റിയ പോലെ സിപായി റെഡിക്ക് ആനന്ദത്തോടെ അന്ന് ക്ഷണിത്ത് ചെണ്ടേ ശരണമീകപ്പിക്കും റൂമിൽ കാട്ടന്തപ്പൽ ചന്ദിരാത്തമ്പിയെ പ്രഹരീത്തേ പോട്ടം കണ്ട് മതൽ പുറമണ്ണ വരണ്ട് മണ്ടയിലാവി അടിച്ചു ചുരുണ്ട് അണ്ടവരാകയും ഹയ്യറിൽ നീണ്ട് ചാറ്റി കൊടുതായ ഹൗഫിനോടേ. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഭക്ഷണത്തിന് ചെന്നപ്പോൾ ബുന്യാമീനും കൂട്ടിയിട്ടാണ് ഇപ്പോൾ വന്നിക്കുന്നത്. അങ്ങനെ അവർക്ക് മുമ്പ് ഇരുന്ന ആ റൂമിലല്ല ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സജ്ജീകരണമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് രാജാവ്. എന്താ സംഭവം? അത് മറ്റൊന്നുമായിരുന്നില്ല, അവർക്ക് തിന്നാനുള്ള എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് ഈ രണ്ടാളായി ഒരു മേശയിൽ രണ്ടാൾ എന്നുള്ള നിലക്ക് തയ്യാർ ചെയ്ത് ഒരു വിശാലമായ ഹാളിൽ എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ അവർ തിന്നാൻ വേണ്ടി അവരെ ഇരുത്തിയെന്ന് മാത്രമല്ല, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവായ മിസ്രിലെ രാജാവായ അസീസ് രാജാവ് ഒരു പണിയൊപ്പിച്ചിട്ടുണ്ട്. എന്താണത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്ന് കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജ്യേഷ്ഠന്മാർ ശംഊൻ തോളിൽ വെച്ച് കൊണ്ടുപോയിരിക്കുന്നു. വാപ്പയുടെ അടുക്കൽ നിന്ന് തോളിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. കാട്ടിലെത്തിയ ഉടനെ ശംഊന് ഒരൊറ്റ ഏറായിരുന്നു യൂസുഫ് നബിനെ. ആ എറിഞ്ഞതും അതുപോലെ തന്നെ കിണറ്റിലിട്ടതും മർദ്ദിച്ചതും ഇടിച്ചതുമൊക്കെ ഒരു ഫോട്ടോ, എല്ലാ സംഭവം ജ്യേഷ്ഠന്മാർ ചെയ്ത എല്ലാ സംഭവങ്ങളും ഒരു ഫോട്ടോയാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. ഓരോരോ ഫോട്ടോകളാക്കി എടുത്തിരിക്കുന്നു. ആരാപ്പം ഈ ഫോട്ടോ എടുത്തിക്കണമെന്ന്? അന്ന് ഫോട്ടോഗ്രാഫർ ഉണ്ടാകുന്നോ ക്യാമറ ഉണ്ടാകുന്നോ ചോദിക്കണ്ട. ഏറ്റവും വലിയ ക്യാമറൻ്റെ ആളുണ്ട് അവിടെ, മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മഹാനായ ജിബിരീൽ അലൈഹിസ്സലാം ആ ഫോട്ടോ യൂസുഫ് നബിക്ക് കൊടുത്തു. ആ യൂസുഫ് നബി അലൈഹിസ്സലാം ആ ഫോട്ടോകളൊക്കെ ഈ ഹാളിനകത്ത് ചുമരിലൂടെ ഇങ്ങനെ നിരനിരയായി നമ്മൾ പണ്ടൊക്കെ വെച്ചിരുന്ന പോലെ, ഇപ്പം പിന്നെ ഫോട്ടോ ആറാമാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പുറത്ത് വലിച്ചിടാൻ തുടങ്ങി. പണ്ടൊക്കെ ഫോട്ടോ പല വീടുകളിലും കാണാമായിരുന്നു. അപ്പോൾ സംഭവം ആറാൻ തന്നെയാണ്, ഇനി കുഴപ്പമുണ്ടാക്കൊന്നും വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാലും ഫോട്ടോ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചുകൊണു റൂമിൻ്റെ ഉള്ളിൽ കൂടെ. അതെന്താണ്? ഇവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അന്ന് കാണിച്ചതാണ്, അല്ലാതെ പ്രത്യേക ഫോട്ടോകളൊന്നുമല്ല. ശംഊന് എറിയുന്നതും മർദ്ദിക്കുന്നതും കിണറ്റിലേക്ക് ഇടുന്നതും കിണറ്റിൽ നിന്ന് പാറക്കല്ല് കൊടുന്ന് കിണറ്റിൻ്റെ മുകളിൽ വെക്കുന്നതും, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഫോട്ടോ ഓരോ ഫോട്ടോയായി റൂമിൽ വെച്ചിരിക്കുന്നു. ആ റൂമിലാണ് ഇവരെ തിന്നാൻ വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സുപ്ര വിരിച്ചിട്ട് ഈ രണ്ടാൾക്കാരായി ഓരോ മേശയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോഴും ബുന്യാമീൻ അവിടെയും തനിച്ചു, കാരണം 11 ആളാണല്ലോ ബുന്യാമീനെ കൊടുക്കണല്ലോ. അപ്പോൾ ബുന്യാമീൻ അവിടെ തനിച്ചു. നേരത്തെ ഗേറ്റിൻ്റെ അവിടെ തനിച്ചു, ഇപ്പോൾ ഇവിടെ ബുന്യാമീനും തീൻമേശൻ്റെ അവിടെയും ഒരു മേശയിൽ ബുന്യാമീൻ വന്നു. അങ്ങനെ ശരണം മീകപ്പിക്കും റൂമിൽ
കാടന്തപ്പൾ ചന്ദിരാത്തമ്പിയെ പ്രഹരിത്തുള്ള ഫോട്ടം കണ്ട് മതൽ പുറമണ്ണ വരണ്ട് മണ്ടയിലാവിയടിച്ച് ചുരുണ്ട് അണ്ടവരാകയും ഹയ്യറിൽ നിണ്ട് ചാറ്റി കൊടുതായ ഹൗഫിനോടെ. അങ്ങനെ തിന്നാൻ വേണ്ടി പറവേര് ആൾക്കാർ ജോലിക്കാർ വന്ന് പറഞ്ഞു, ഭക്ഷണം കഴിച്ചോളി, എന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ചുമരുമക്കും നോക്കും. ചുമരുമക്ക് ഇങ്ങനെ മാറി മാറി ഫോട്ടോയിലൂടെ നോക്കുകയാണ്. എന്താണ് അന്നവർ യൂസുഫിനെ ചെയ്ത ചരിത്ര സംഭവങ്ങളൊക്കെ അറിയുന്ന രാജാവാണ് ഇവിടെ, അസീസ് രാജാവ്, ഇവിടെ ഭരിക്കുന്ന രാജാവ്. അവരാകെ കൽബ് കുൽവാകുകയാണ്. നമ്മളെപ്പറ്റി ഞാൻ പറഞ്ഞുതരാൻ തന്നെ യഹൂദ പറയണം, രാജാവിന് എന്തോ നമ്മളെ കൊണ്ടൊരു സംശയം കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ അന്നത്തെ നോട്ടം കണ്ടേ മുതൽക്ക് അപകടമാണെന്നെൻ്റെ ഉള്ളിൽ ശരിക്ക്. യഹൂദ പറഞ്ഞില്ലേ മറ്റു ജ്യേഷ്ഠന്മാരോട്, അന്ന് രാജാവ് നമ്മളെ നോക്കിയപ്പോൾ തന്നെ ഞാൻ ഉറച്ചുകൊണ്ടത് പേവാണ് എന്ന്. എന്നാ പേവ് ഇപ്പോൾ ഇവിടെ പുലർന്നിരിക്കുകയാണ്. കാരണം എന്താ, അവരെ കാണിച്ച യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചെറുപ്പത്തിൽ വാപ്പായുടെ അടുക്കൽ നിന്ന് അകറ്റി കാട്ടിലേക്ക് കൊണ്ടുപോയി കാണിച്ച എല്ലാ തമ്മാടിത്തരങ്ങളും ഫോട്ടോയിൽ ഇങ്ങനെ റൂമിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന റൂമിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണു. അങ്ങനെ ശരിയായി രാജന്നെ യൂസുഫേ ചെയ്തുള്ള സകലം മാറിയും മീച്ചണ്ട് വയ്യേ എൻ്റെ പിണ്ടിടും പോത് വിരുന്നുകളെത്തി അണ്ടതി ഹൗഫിലെ ഓരെ വിരുത്തി മണ്ടകമിന്നമതൊണ്ട ക്ഷണത്തിൽ സന്തോഷത്തോടെ യമേതേ മാറ്റി. അപ്പോൾ ഭക്ഷണം അവിടെ നിരത്തി റെഡിയാക്കി വെച്ച് കൂടും. ഫോട്ടോത്തൊക്കെ നോക്കുന്നുണ്ട്, ആർക്കും ഭക്ഷണം വേണ്ട. യൂസുഫിനെ ചെയ്ത എല്ലാ കാര്യം അറിയണ രാജാവാണ് മിസ്ർ ഭരിക്കണമെന്ന് ഒരു പരസ്പരം പറയണു. എന്താ നിങ്ങൾ തിന്നാത്തതെന്ന് ജോലിക്കാർ വന്നിട്ട് പറയണു. ജോലിക്കാർ വന്നിട്ട് പറയണം, എന്താ നിങ്ങൾ തിന്നിയായി, എന്താ ഭക്ഷണം തിന്നാത്തത്? അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് തിന്നാൻ പോണില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണില്ല, നെഞ്ഞത്തേക്കൊന്നും ഇറങ്ങണില്ല, സംഭവം തൊണ്ടയ്ക്ക് തന്നെ പോകണില്ല, എന്നിട്ടല്ലേ ഇപ്പം നെഞ്ഞത്തുനിന്ന് ഇറങ്ങല്, ഇവിടുന്ന് സംഭവം തിന്നാൻ തോന്നുന്നില്ല, ഞങ്ങൾ റൂമൊന്ന് മാറ്റിയിരുത്തി എന്നാണ് അവർ പറയണത്. റൂമൊന്ന് മാറ്റിയിരുത്തി, ഈ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കൊന്ന് മാറ്റിയിരുത്തിയും എന്നാണ് ജോലിക്കാരോട് പറയണത്. വിളമ്പണ ആളുകളോട് വന്ന് പറയണത്, പാചകക്കാരോട് വന്ന് പറയണത്. അങ്ങനെ ഇരുന്നീ മോറിക്കാകം തിന്നാൻ മാനസില്ല എങ്കളാ തൊണ്ട വരണ്ടിടുന്നേ. അപ്പോൾ രാജരിലിക്കഥ ചോടി അതിന് താജരും മുന്നി ചിരിത്തുരയുന്ന് കോശമിലോരെ വിളിത്തവിടന്ന് ഏറ്റേ മുൻപാർപ്പിത്തെ റൂമിൽ തന്നെ. അപ്പോൾ രാജാവിനോട് ചെന്ന് കാര്യസ്ഥന്മാർ, വിളമ്പട പാചകത്തിൻ്റെ ആൾക്കാർ, എന്താ പോലും പറയാൻ വേണ്ടായിരുന്നു, വിളമ്പണ ആൾക്കാർ നമ്മളെ ഭാഷയിൽ. അപ്പോൾ ഓര് ചെന്നിട്ട് പിന്നെ രാജാവിനോട് പറഞ്ഞു, രാജാവെ ഭക്ഷണം കൊടുത്തിട്ടൊന്നും ഒരു തിന്നണില്ല, ആ റൂമിലിരുത്തിയിട്ട് റൂം മാറ്റണം എന്നാണ് പറയണെന്ന് പറഞ്ഞു. എന്നാൽ വേണ്ടതുപോലെ ചെയ്യുക പറഞ്ഞു. അങ്ങനെ തങ്കള ചൊൽപ്പാടി പാർപ്പിത്തേറൂമിന്ന് സന്താപത്താലെ ഇവർ ഹറജായി. അപ്പോൾ രാജനെ തമ്പി വിരുത്തി മുഷിത്ത് ആശയനക്കതിലുണ്ട് പെരുത്ത് കോശമുറിക്കകം എന്നെ ഇരുത്ത് സന്തോഷിത്ത് അണ്ണനെ കണ്ടിടട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് മാറിയാലേ ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. ആ റൂമിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല. കാരണം എന്താ, അവർ ചെയ്ത എല്ലാ ഫോട്ടോ അവിടെ ഉണ്ട്.
അപ്പോൾ രാജാവിനോട് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ എന്നാൽ മാറ്റി ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞ് വേറെ റൂമിലേക്ക് ഇരുത്തി ഇവർക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷേ ആ റൂമിൽ നിന്ന് ഒരാൾ മാത്രം നീച്ചു പോരുന്നില്ല. ആരാണ്? ബുന്യാമീൻ്റെ മേശപ്പുറത്ത് ബുന്യാമീൻ ഇരിക്കുകയാണ്. ബുന്യാമീൻ പറയണ ഇന്ന റൂമിൽ നിന്ന് മാറ്റണ്ട, ഇന്ന റൂമിൽ തന്നെ ഇരുത്തി ഞാൻ എൻ്റെ തമ്പിനൊന്ന് കാണട്ടെ എന്ന്. അപ്പോൾ യൂസുഫ് നബീനെ അന്ന് മർദ്ദിച്ചതും ചെയ്തതും ഒക്കെ യൂസുഫ് നബിയും ഫോട്ടത്തിലുണ്ട്, എല്ലാം അതിലുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് ബുന്യാമീനാകെ കോരിത്തിരിച്ചിരിക്കുകയാണ്. ബുന്യാമീനിൻ്റെ തമ്പിനെ ഞാനൊന്ന് കാണട്ടെ മതിയോളെന്നും പറഞ്ഞിട്ട് എന്നെ റൂമിൽ നിന്ന് കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞ് അന്ന് ആ കുട്ടീനെ ആ റൂമിലിരുത്തിക്കളാം, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ റൂമിലേക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം കുടിക്കുന്നു പറഞ്ഞു. അങ്ങനെ കോശമുറിക്കകമെന്നെ ഇരുത്ത് സന്തോഷി തണ്ണേനെ കണ്ടിടട്ടെ ഭിങ്കിയെ പോതുട